ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അറയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതായത് അറയിലെ ചോദിച്ച് കാണുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അതായത് ചോദിച്ച് കാണുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അറയിലെ എക്സാക്റ്റ് 2 or 3, അതായത് ഇപ്പം നമ്മൾ ആദ്യം 2 ആണ് കണ്ടെത്തുന്നത്. എക്സാക്റ്റ് 2 element in a array സെയിം. അതായത് ഒരു അറേൻ്റെ ഉള്ളിൽ ഞാൻ ഒരു എക്സാമ്പിൾ ഒരു അറേ എടുത്താൽ 1 2 3 പിന്നെ 4 5 6 എന്നാണെങ്കിൽ ഇതാ അടുത്ത് ഇങ്ങനെയാണെന്ന് നോക്ക്. ഇതിൻ്റെ അകത്ത് എക്സാക്റ്റ് 2 എലമെൻറ്റ് സെയിം ആയിട്ടുള്ള ഒരു വാല്യൂ ഇല്ല. പക്ഷേ ഞാനിവിടെ ഒരു 3 ഒന്നും കൂടി എൻ്റർ ചെയ്ത് ഇവിടെ കണ്ട 3 2 ടൈം എക്സാക്റ്റ് 2 ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു അറേ എങ്ങനെയുള്ള ഒരു വാല്യൂനെ പ്രിന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ ഫ്രീക്വൻസിൻ്റെ ബേസിലാണ് ചെയ്യാൻ പോകുന്ന കോഡ്. ഓക്കെ, ആദ്യത്തെ കോഡ്. അപ്പോൾ നമുക്ക് കോഡിങ്ങിലേക്ക് കിടക്കാം. ഈ ഒരു അറേയാണ് എനിക്കിപ്പോൾ ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ ഈ അറേയൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഫ്രീക്വൻസി കണ്ടെത്തുന്ന കോഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ആടെ അടിച്ചു വെച്ച അറേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതാ എന്നിലേക്കാണ് ഞാനിവിടെ സൈസ് അസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് 0 to n വരെ കൊടുത്ത് ഫ്രീക്വൻസി കണ്ടെത്തുന്ന കോഡ് ആണ് ഇത് ഫുള്ള്. ഓക്കെ, അതായത് ഫ്രീക്വൻസി കണ്ടെത്താൻ അറിയാത്തവർ ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്താൽ മതി. ഞാൻ ലിങ്ക് ഐ ബട്ടണിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കോഡ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടീഷൻ കൊടുക്കണം. അതായത് ഞാൻ ചെക്ക് ചെയ്യാൻ പോകാം. ഇഫ് നമുക്ക് ആദ്യം എന്താ വേണ്ട, എക്സാക്റ്റ് 2 element അല്ലേ വേണ്ട. അപ്പോൾ കൗണ്ട് ഈക്വൽ ടു 2 ആണെങ്കിൽ ജസ്റ്റ് പ്രിന്റ് എഫ് കൊടുത്താൽ മതി. %t AR of I. ഇപ്പോൾ എന്താ 3 അല്ലായിരുന്നു നേരത്തെ എക്സാക്റ്റ് 2 element AR. ഇനി നമ്മളിലേക്ക് 2 കൂടി കൊടുക്കുക. 2 3 എന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ എക്സാക്റ്റ് 3 element ആയി നിൽക്കുകയാണെങ്കിൽ ഇവിടെ 3 കൊടുക്കുക. ബട്ട് അവിടെ 3 കൊടുക്കുക, എന്നിട്ട് റൺ ചെയ്യുക. ബട്ട് ഇവിടെ നമ്മൾ 3 ആയിട്ട് 3 എക്സാക്റ്റ് 3 element ഉള്ള ഒരു വാല്യൂ നമ്മൾ എൻ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചു കിട്ടുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ 2 എൻ്റർ ചെയ്തിട്ടുണ്ട് കൂടി. അപ്പോൾ 2 ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഒരു കണ്ടീഷനും കൂടി കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. കൗണ്ട് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ എന്താ ചെയ്യുക, ഇത്രയേ വേണ്ട. അതായത് ഇങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് കോഡ് ചെയ്യാം. അതായത് ജസ്റ്റ് ഫ്രീക്വൻസി കോഡിനകത്ത് കൗണ്ട് ചെയ്യാൻ നമുക്ക് എത്രയാണ് വേണ്ടത് അത് സെറ്റ് ചെയ്യാം. എന്നിട്ട് പ്രിൻ്റ് എഫിൻ്റെ അകത്ത് ഇങ്ങനെ കൊടുക്കാം. ഫ്രീക്വൻസിൻ്റെ കോഡ് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ആ ഒരു വിധം. അതാണ് മെത്തേഡ് 1. ഇനി മെത്തേഡ് 2 എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രണ്ടാമത്തെ കോഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു അറേയും കൂടി എനിക്ക് അസൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, അതായത് ഞാൻ പുതിയൊരു അറേ കൊടുക്കുന്നതാണ്. ആ അറേക്ക് ഇപ്പോൾ പേരായിട്ട് ഞാൻ കൗണ്ട് എന്ന് തന്നെ അതിൻ്റെ പേരായിട്ട് കൊടുക്കുന്നത്. കൗണ്ട് ഒരു അറേയാണ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, കൗണ്ട് അറേൻ്റെ അകത്ത് ഞാൻ 1000 വാല്യൂസ് അസൈൻ ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഓക്കെ ഞാൻ എന്ത് വെച്ച് അറിയിക്കുന്നുണ്ടെന്ന് വെച്ചാൽ 0 വെച്ച് അറിയിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എങ്ങനെ കോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്യാം. ഇത് സിമ്പിളായിട്ടുള്ളൊരു വേ ആണ്, പക്ഷേ ആൾക്കാർ തെറ്റിയിരിക്കുന്ന ഒരു വേ ആണ്. അതായത് ഇത് ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, n വരെ കൊടുക്കുക, i++ കൊടുക്കുക. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്ത് കൗണ്ട് ഓഫ് അറേ കൊടുക്കുക. അറേൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ AR ഓഫ് I കൊടുക്കുക, എന്നിട്ട് ++ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു കോഡ് എന്ന് വെച്ചാൽ. ഓക്കെ, ഇനി നമുക്ക്
ഇതാ കൗണ്ട് ഓഫ് ഐ, അതായത് ഇവിടെ നമുക്കൊരു ഫോർ ലൂപ്പും കൂടി യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് ഫോർ ലൂപ്പ് എന്നിട്ട് ഐ ഈക്വൽ ടു 0 തൊട്ട് ഐ ലെസ് ദാൻ n വരെ കൊടുക്കുക, ഐ പ്ലസ് പ്ലസ് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുക, കണ്ടീഷനിലിട്ടിട്ട് കൗണ്ട് ഓഫ് AR ഓഫ് ഐ ഈക്വൽ ടു 2 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പ്രിൻ്റ് അകത്ത് %d AR ഓഫ് ഐ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുക. ജസ്റ്റ് ഈ കോളം റൺ ചെയ്ത് വെച്ചാൽ 3 വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 3 ടൈംസ് വന്നിട്ടുണ്ട്, അതായത് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ഒരു പ്രിൻ്റ് ആവുന്നുണ്ട്. ആ ഒരു കേസ് നമുക്ക് ഒഴിവാക്കാൻ ഇതിലൊരു മെത്തേഡ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ അന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ കൊടുത്തിട്ടില്ലേ, അതായത് ഇവിടെ ഇനി ഡ്യൂപ്ലിക്കേറ്റ് എലിമെന്റ്സ് പ്രിന്റ് ആകാണ്ടിരിക്കാൻ കൗണ്ട് ഓഫ് AR ഓഫ് ഐ ഈക്വൽ ടു 0യിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് കൂടെ റൺ ചെയ്താലും AR ഓഫ് ഐ ഇവിടെ നമുക്ക് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡബിൾ ഈക്വൽ ടു കൊടുത്തിട്ടുണ്ട്, അതായിരിക്കണം മിസ്റ്റേക്ക്. ഓക്കെ, ഒന്നും കൂടി നോക്കാം. ഓക്കെ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഈ കോഡൊന്നും മറക്കാതെ ഞാൻ ആദ്യം പറയാം. വർക്കിംഗ്, അതായത് ഈ കോഡൊന്നും മറക്കാതെ വെച്ചാൽ ആദ്യം നമ്മൾ നേരത്തെ ഫോർ ലൂപ്പിലേക്ക് പോകും. ആ ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ 0 തൊട്ട് 10 വരെ, അതായത് ഈ അറേൻ്റെ ഫുൾ എലമെൻറ്റ്സ് ആണ് 0 to n. അപ്പോൾ ഇവിടെ കൗണ്ടിലേക്ക് നോക്കിയാൽ AR ഓഫ് ഐ ആണല്ലോ. AR ഓഫ് ഐ എന്ന് വെച്ചാൽ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് 0 ആണ് ആദ്യം ഐയിലേക്ക് വരുന്നത് നമുക്ക്. അപ്പോൾ 0 ഇവിടെ വന്നു, ഐ 0 ആയി. AR ഓഫ് 0 ഓഫ് ഇൻഡെക്സിലിരിക്കുന്ന ഐൻ്റെ ARൻ്റെ വാല്യൂ 1. അപ്പോൾ ഇവിടെ 1 ആയി, കൗണ്ട് 1 ആയി. അപ്പോൾ കൗണ്ട് ഓഫ് 1, ഇവിടെ ഞാൻ എല്ലാ വാല്യൂവിലും 0 അസൈൻ ചെയ്തിട്ടുണ്ട്. കൗണ്ട് ഓഫ് 1 ഇവിടെ ഇപ്പം 1 അല്ലേ വന്നത് ഉള്ളിൽ. അപ്പോൾ കൗണ്ട് ഓഫ് 1, കൗണ്ട് ഓഫ് 1ൽ, അതായത് കൗണ്ടിൻ്റെ അറേ പൊസിഷനായ 1ൽ, ആ 1ൽ പ്ലസ് പ്ലസ്, അതായത് 0 ഉള്ളത് 1 ആക്കി. അതായത് കൗണ്ട് ഓഫ് 1, അതായത് 1 കൗണ്ടിൻ്റെ അറേയിൽ 1ാമത്തെ ഇൻഡെക്സിൽ കൗണ്ട് പ്ലസ് പ്ലസ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ഐ മാറുന്നു, ഐ പ്ലസ് പ്ലസ് ചെയ്ത് ഐ 2 ആയി. ഐ 2 ആകുന്ന ടൈമിൽ ഇവിടെ 2 വരുന്നു, ഐ അല്ല 1 ആകില്ലേ, 1 വരും. അപ്പോൾ AR ഓഫ് 1 ഇൻഡെക്സിലിരിക്കുന്നത് 2 ആണ്, ആ 2 ഇവിടെ വരുന്നു. അപ്പോൾ ഈ കൗണ്ട് ഓഫ് 2 ആവും. ഓക്കെ, കൗണ്ട് ഓഫ് 2 ആകുന്ന ടൈമിൽ, അതായത് കൗണ്ട് ഓഫ് 2ൽ ഇപ്പോൾ ഉള്ള വാല്യൂ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ 0 ആണ് അസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ കൗണ്ട് ഓഫ് 0ൽ, കൗണ്ട് ഓഫ് 2ൽ ഇപ്പോൾ ഉള്ള ആ 0നെ പ്ലസ് പ്ലസ് ചെയ്യണം. അപ്പോൾ അവിടെ 1 ആയി. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ 2 ഒക്കെ ഇല്ലേ, ആ ഒരു 2 ഉള്ളിൽ വരുമ്പോൾ മാത്രമല്ലേ ഈ കൗണ്ട് 2 ആവും, ആ വാല്യൂ ഇൻക്രിമെൻറ്റും ആവും. ആ ഒരു വിധത്തിലാണ് ഈ കോഡ് നടക്കുന്നത്. അതായത് ഈ അറേൻ്റെ വാല്യൂ എന്തായാലും 1 തന്നെ ആയിരിക്കില്ലേ, ആ 1 തന്നെ ആയിരിക്കും. ഓക്കെ, 3 അറേൻ്റെ 3 വീണ്ടും വരുമ്പോൾ മാത്രമല്ലേ കൗണ്ട് ഓഫ് 3 വരും, അതുപോലെ കൗണ്ട് ഓഫ് 2 വരും, അതുപോലെ തന്നെ കൗണ്ട് ഓഫ് 1 വരും. 1 എടുത്താൽ 1ഉം വരും. ഓക്കെ, ആ ഒരു വിധത്തിലാണ് ഈ കോഡ് നടക്കുന്നത്. അതായത് അറേൻ്റെ വാല്യൂ അത് മാറി മാറി കഴിക്കും, ബട്ട് ഈ അറേൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് ഈ കൗണ്ട് പ്ലസ് പ്ലസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് അറേൻ്റെ വാല്യൂ ഇപ്പോൾ ഉള്ള 2 ആണെങ്കിൽ
ആ 2 തിരിച്ച് വരുമ്പോൾ 2 ഒന്നും കൂടി വരുമ്പോൾ മാത്രമേ വീണ്ടും കൗണ്ട് ഓഫ് 2ൽ പ്ലസ് ചെയ്യത്തുള്ളൂ. അതുപോലെ 3 എടുത്താലും 3 വീണ്ടും ഒരു തവണയും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ആ അറേൻ്റെ വാല്യൂ ആയിട്ട് 3 വരുമ്പോൾ മാത്രമേ കൗണ്ട് പ്ലസ് ചെയ്യുന്നു. ഈ ഒരു വിധത്തിലാണ് ഈ ഒരു കോഡ് നടക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഈ സാധനം, അതായത് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് പ്രിൻ്റ് ആകാണ്ടിരിക്കാനാണ് ഇവിടെ കൗണ്ട് ഇതായിട്ട് വരും. അതായത് കൗണ്ട് ഓഫ് AR ഓഫ് I 2 ആയിട്ട് ഉള്ളിലേക്ക് വരും. അപ്പോൾ ആ ഒരു കൗണ്ട് ഓഫ് AR ഓഫ് Iൻ്റെ 2 നമ്മൾ 0ലേക്ക് തിരിച്ചു വെച്ച് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് പ്രിൻ്റ് ആകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സാധനം നമ്മൾ ചെയ്യുന്നത്. ഇനി എക്സാക്റ്റ് 3 എലമെൻറ്റ്സ് ഒക്കെ റിങ് ആണെന്നൊക്കെ വേണ്ടെങ്കിൽ ഇവിടെ മാറ്റി 3 കൊടുക്കുക. ഫ്രീക്വൻസി ഓഫ് എലമെൻറ്റ് ചെയ്യുന്നതിനെക്കാട്ടിയും സിമ്പിളായിട്ടുള്ളൊരു കോഡാണിത്. ഓക്കെ, ഇവിടെയുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ഒറ്റ ഒരു സാധനം നമുക്കുള്ളൂ. പിന്നെ ഈഫിലിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കോഡ് ലൂപ്പ്. അത്രക്കും സിമ്പിളാണ് ഈ ഒരു കോഡ് ചെയ്യാൻ. അതായത് ഈ അറേൻ്റെ വാല്യൂ മാറും, പക്ഷേ ഈ അറേൻ്റെ വാല്യൂ അതായത് 2 ആണെങ്കിൽ ആ 2 തിരിച്ച് വരുമ്പോൾ മാത്രമേ കൗണ്ട് ഓഫ് 2ൻ്റെ അകത്ത് ഉള്ള വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യും. ആ ഒരു വിധത്തിലാണ് ഈ കോഡ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ബൈ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.